അപ്പോൾ ദേ നമ്മുടെ മാവ് ഉണങ്ങി കരിഞ്ഞ് ആ ഇലകളൊക്കെ ഇതായി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നമ്മളത് ചെയ്ത പ്രകാരം കണ്ടു. പെട്ടെന്ന് തന്നെ അതിന് പുതിയ കൂമ്പൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിൽക്കണത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടാലറിയാം അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്തത്, അത് എത്ര അളവ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാണ്. ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് മറ്റൊന്നല്ല, ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇത് മാവുകൾക്ക് ഇതുപോലെ മാറാല വരാം. കണ്ടോ? ഇങ്ങനെ മാറാല പിടിച്ചിട്ട് അത് ഇലകളൊക്കെ കരിഞ്ഞു പോവുക. ഈ മാറാല വരുന്നത് മൂലമാണ് ഇലകൾ കരിഞ്ഞു പോണേ. അത് പക്ഷെ ആർക്കും അറിയില്ല. കണ്ടോ, ഇതിൽ പുഴുണ്ട്, കണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഇതിലിങ്ങനെ മാറാല വന്ന് ഇതേ പുഴു മുട്ടയിട്ട് അങ്ങനെ വന്നിട്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നത്. അപ്പം നമ്മളിത് മാറാല പോലെ കൂട് കൂട്ടുന്ന സമയത്ത് ഇതേ ഒന്നും കൂടെ ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ചെറിയ മാവും തൈയാണെങ്കിലും വലിയ മാവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇതിൽ ഇങ്ങനെ പുഴു കൂട് കൂട്ടി ഇതിൻ്റെ ഉപദ്രവമാണെന്ന്. കണ്ടോ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇടരുത്, കത്തിച്ച് നശിപ്പിച്ച് കളയണം കേട്ടോ. അപ്പം നമുക്കിത് ദൂരെ കളഞ്ഞിട്ട് വരാം. അപ്പം നമ്മളുടെ മാവിന് വന്ന ഒരു പ്രശ്നം പറഞ്ഞല്ലോ അല്ലേ? ആ ഒരു പ്രശ്നം പറയണത് എന്താ വെച്ചാൽ മാവിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകണു എന്നുള്ളത് വലിയൊരു പ്രശ്നം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഉദാഹരണ സഹിതം. ഇങ്ങനെ ഉണങ്ങി പോവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ മാറാല കിട്ടി വരുന്ന സമയത്ത് അതിൽ ഈ പുഴും കീടങ്ങളൊക്കെ വന്നിരുന്നിട്ടാണ്. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗം ഞാൻ പറയാം. പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ തളിരിലകളൊക്കെ കട്ട് ചെയ്ത് ഇടുന്നു എന്നുള്ളത്. ഈ മാവിൻ്റെ തളിരിലകളൊക്കെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ തളിരില കട്ട് ചെയ്തിടുന്നത് ഒരു വണ്ടാണ്. അപ്പോൾ ഇതേപോലെ തളിരിലകളൊക്കെ അത് കട്ട് ചെയ്തിടും. അത് എന്തിനാണെന്നറിയോ അത് കട്ട് ചെയ്തിടുന്നത്? അത് ഈ തളിരിലയിൽ വന്നിരുന്നിട്ട് അത് മുട്ടയിടും. പക്ഷെ ഈ മാവിൽ തന്നെ ആ ഇലകൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ മുട്ട വിരിയില്ല. അത് മണ്ണിനോട് ചേർന്നെങ്കിൽ മാത്രമാണ് അത് ആ മുട്ടകൾ വിരിയുള്ളൂ. അപ്പൊ അതിൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ തളിരിലയൊക്കെ കട്ട് ചെയ്തിടുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. ഇപ്പൊ ഈ ഒരു തരം വണ്ടാണ് ഇതിൽ വന്നിട്ട് മുട്ടയിടുന്നത്. അപ്പൊ ഈ തളിരില ആവുമ്പോൾ ആ വണ്ടിന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിടാൻ പറ്റും. അപ്പൊ ഇത് ഈ തളിരില നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ അടിവശത്തൊക്കെ അതിന്റെ മുട്ടകളുണ്ടാവും. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മണ്ണിലിടുന്ന സമയത്ത് 1-2 ദിവസം കൊണ്ട് ഇത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ആ മണ്ണിൽ ഈ മുട്ടകൾ ആയി അതിന്ന് പുഴുക്കള് വിരിഞ്ഞു വരും. അപ്പൊ അത് ഒരുപാടെണ്ണം ഉണ്ടാവും. അത് നമ്മുടെ മാവിനെ മൊത്തത്തിൽ ആക്രമിക്കും. അപ്പൊ അതിന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുട്ട കുട്ടികളെ മീൻസ് ആ മുട്ട സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് തളിരിലകൾ കട്ട് ചെയ്തിടുന്നത്. അപ്പം തളിരിലകൾ കട്ട് ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അതൊക്കെ എടുത്ത് കത്തിച്ച് കളയണം. നിർബന്ധമായിട്ടും കത്തിച്ച് കളയണം. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ മുട്ടകൾ ഉണ്ടാവും. ആ മുട്ടകൾ വിരിഞ്ഞു വരുന്നതൊക്കെ നമ്മുടെ മാവിനെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ അത് കത്തിച്ച് കളയാം. അപ്പോൾ 2 എണ്ണത്തിനും കാരണം എന്താണെന്നുള്ളതും ഇത് പറഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം മാറാല പോലെ വന്നതോ കരിഞ്ഞിട്ടോ ഉള്ളതായിട്ടുള്ള എല്ലാ ചില്ലകളും നമ്മൾ നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. എല്ലാം ഇതും കട്ട് ചെയ്ത് വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇടരുത്, ഒരു കാരണവശാലും ഇവിടെ ഇടരുത്. ഇപ്പം നിങ്ങൾ മാറാല വന്നതൊന്നും കാണില്ല. കണ്ടു, ഇതിലൊക്കെ മാറാല പോലെ കൂട് കെട്ടിയിട്ടുണ്ട്. കരിയണത് മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് നോക്കുക. എന്നിട്ട് ഇതിൽ ആ മാറാല പോലെയുള്ള ഭാഗം വന്നത് അത് മൊത്തത്തിൽ അങ്ങ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു പ്രശ്നവും വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ മാവാണെന്ന് നോക്കിയത്, ഇപ്പം നമുക്ക് ചെറിയ മാവായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ വലിയ മാവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ വെച്ച് അതിൻ്റെ ചില്ലകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കട്ട് ചെയ്യുക. ഇല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം ഞാൻ പറയാം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ. നമ്മളങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെയ്ത പ്രകാരം വേറൊരു മാവ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ പരിഹാരമൊക്കെ കാണിച്ച ശേഷം നമുക്ക് ആ മാവിനെ കാണാം കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ഇതിൻ്റെ ആ മാറാല വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രൂണിങ് കൂടിയാണ്. വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ
തളിരില വെട്ടണേന് നമുക്ക് ഇതല്ല മാർഗം, അത് ഞാൻ പറഞ്ഞു. ഇല കരിയണേനാണ് ഇത് ഈ മാർഗം. അപ്പൊ നമുക്കിത് നശിപ്പിച്ച് കളയണം. അപ്പൊ നമ്മളിവിടെ തീയിട്ട് അത് നശിപ്പിച്ച് കളയൂട്ടോ. ഇനി ഇത് പെട്ടെന്ന് പോവാനുള്ള മാർഗമാണ് നമ്മൾ പറയണത്. ഇത് സാഫ് പോലുള്ളതാണ് ഇത് കേട്ടോ. ഇത് കെമിക്കലാണ്, എടുത്തു പറയാണ്. പക്ഷെ ഇത് അടിച്ചെങ്കിൽ മാത്രമാണ് ഇതിന് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നീം ഓയിൽ നിങ്ങൾക്ക് കൊടുക്കാം. നീം ഓയിൽ 3-4 പ്രാവശ്യം അടുപ്പിച്ച് കൊടുത്താലും ചിലപ്പോൾ ഇതിൻ്റെ അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഈ മാവുമ്മ മാങ്ങയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനിപ്പോൾ ഇത് കൊടുത്തോണ്ട് നമുക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇത് കൊടുക്കില്ല എന്നുള്ളവർക്ക് നീം ഓയിൽ കൊടുക്കാം. നമ്മൾ ഇത് കൊടുത്ത പ്രകാരമാണ് നമ്മളുടെ മാവിന്റെ പ്രശ്നമൊക്കെ മാറി നല്ല ഉഷാറായത്. പക്ഷെ ഇത് വളരെ കുറവ് അളവിലാണ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അതിനായിട്ട് ഇതേ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ആ 1 ലിറ്റർ വെള്ളത്തിലോട്ട് 1/4 ടീസ്പൂണ്, കുഞ്ഞ് സ്പൂണിൽ 1/4 ടീസ്പൂണ്, വലിയ സ്പൂണിലല്ല, ഇതേ 1/4 സ്പൂണ് നമ്മൾ ഇട്ടു. കണ്ടോ, ഇതേ കുഞ്ഞ് സ്പൂണിൽ 1/4 സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത്രയും കൂടെ നല്ലത്. അപ്പോൾ അത് ഏകദേശം കുളിച്ച് നിൽക്കുന്ന പോലെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തണ്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും ഇത് ഉപകരിക്കും. ചുവട്ടിലൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും മുട്ടകളോ ലാർവകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നശിച്ചു പോവും. ഇതാണ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടിയേക്കണത്. പക്ഷെ ശ്രദ്ധിക്കുക, വളരെ കുറവ് അളവ്, അതായത് 1 ലിറ്റർ വെള്ളത്തിലെ കുഞ്ഞ് സ്പൂണിൽ 1/4 ടീസ്പൂൺ മാത്രം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇത് കൊടുക്കാൻ മടിയുള്ളവർക്ക് നീം ഓയിൽ അടുപ്പിച്ച് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പം അതേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഉഷാറായിട്ട് വരും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് നല്ല രീതിക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് കാണിക്കാം. അപ്പം നമ്മുടെ മാവിൻ്റെ തളിരിലകൾ കട്ട് ചെയ്തിടുന്ന ആ വില്ലനെ ഓടിക്കാനായിട്ട് നമുക്ക് കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിന് നമ്മുടെ കായത്തിന്റെ മണം പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ LG കായം, ഇതിന് ഭയങ്കര ഡോസാണ്. ഇതിന്റെ മണം നല്ലൊരു മണമാണ്. അപ്പൊ ഈ മണം അടിച്ചു കഴിഞ്ഞാൽ ഇത് വരില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്യണത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ പറക്കി കൂട്ടി കത്തിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കായം, ഒരു കഷ്ണം കായം വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് ഇതുമേ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു മണം ഇതിന് പറ്റില്ല. അങ്ങനെ പക്ഷേ ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രം. അപ്പം അങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. കാരണം അത് ഈ ഒരു പരിസരത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് വിട്ട് വേറെ മാവ് വയ്ക്കുക. അപ്പം നമ്മുടെ മാവുകൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് ചെയ്തു. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിർത്തിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് മൊത്തത്തിൽ നശിച്ചു പോവും. ഈ ഒരു സമയത്ത് ഇതിന് നല്ല രീതിക്ക് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ആ മാവിനെ കാണാം കേട്ടോ. അപ്പോൾ ഈ മാവിനും അതെ അതുപോലെ മാറാലൊക്കെ പിടിച്ച് ഇലയൊക്കെ കരിഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു. നമ്മൾ പ്രൂൺ ചെയ്ത് അതിനിത് കൊടുത്ത വഴി കണ്ടു, തളിരിലകൾ വന്നിരിക്കുന്നത്, പുതിയ തളിരിലകൾ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക്, ഇനിയിപ്പോൾ ഈ വരുന്നത് മുഴുവനും നിങ്ങൾക്ക് ഇനി പൂത്ത് കായായിട്ട് മാറും. അതിനായിട്ട് നമ്മൾ PRSന്റെ കൂട്ടുവളം ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൂക്കാനുള്ളത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് പ്രകാരം ഇത് പൂത്ത് കായ്ച്ചോളും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നീം ഓയിൽ ചെയ്തിട്ട് നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇത് കെമിക്കലാണെങ്കിലും നമ്മളത് ചെയ്തത്. നമ്മുടെ മാവിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ്, പക്ഷെ വളരെ നിസ്സാര ഒരു മരുന്നുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്